യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം കാത്തു പരിപാലിച്ചത് ദൈവം, വരാമരുതാപത്തെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതായ ദൈവം ഈ പൽക്കാലവും നമ്മെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ നട്ടിടയായിത്തീരും. നമ്മുടെ ഉള്ളം കരത്തി പിടിച്ച് നമ്മെ വഴി നടത്തുവാൻ നട്ടിടയായിത്തീരും. നാം തളർന്നു പോകുക, നാം ക്ഷീണിച്ചു പോകുക, നാം അധൈര്യപ്പെട്ടു പോകുക ദൈവം ഇടയാക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയിച്ചേ ദൈവം ഈ പൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. നാം അധൈര്യപ്പെട്ടു പോകേണ്ട, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനത്രേ. ആമേ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ തകർന്നു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ തകർച്ച കാണുവാൻ ഹല്ലേലൂയ നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം. സാഹചര്യങ്ങൾ കൊണ്ട് നാം ചിന്തിച്ചിരിക്കാം, അയ്യോ നാം ഇതിനകത്ത് തകർന്നു പോകുമെന്ന്. പക്ഷേ വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, നിയോഗമുള്ള ദൈവ പൈതലേ, നീ തകർന്നു പോകുവാൻ, നിന്റെ കുടുംബം തകർന്നു പോകുവാൻ, നിങ്ങളുടെ തലമുറ തകർന്നു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനെതിരായി ആഞ്ഞടിക്കുന്ന കാറ്റിനെയും കോളിനെയും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഇമ്മാനുവേൽ ആയിരിക്കുന്ന യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ കൈവിട്ട് കളയില്ല. കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്താൻ മതിയായ കർത്താവ് അത്രേ. സ്തോത്രം. അതേ മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 35 മുതൽ നമുക്കുള്ള ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ഭാഗത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ശിഷ്യന്മാർ നിലവിളിച്ചു, അവർ ഭാരപ്പെടുന്നുണ്ട്. എന്താ സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാതെ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിനകത്താണ് അവരെന്ത് ചെയ്യുന്നു, അവർ കർത്താവിനോട് നിലവിളിക്കാനായിട്ട് തുടങ്ങുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 38-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ 39-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവരെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരം ഇല്ലയോ? സ്തോത്രം. ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, അത് തകർന്നു പോകുമെന്നുള്ള ചിന്തയുടെ നടുവിൽ അവിടെ യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇവിടെ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു ചോദ്യമാണ്, ഈ വിഷയത്തിനകത്ത് ഞാൻ തകർന്നു പോകുന്നത്, ഈ വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെടുന്നത്, ഈ വിഷയത്തിനകത്ത് ഇങ്ങനെ വേദന അനുഭവിച്ചു പോകുന്നത് അല്ലെ അങ്ങ് കാണുന്നില്ലയോ? അങ്ങക്ക് ഒരു വിചാരമില്ലയോ എന്ന്. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. നമ്മെക്കാളും നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ആത്മരക്ഷകനാണ് നമുക്കുള്ളത്. സ്തോത്രം. നമ്മുടെ വിചാരങ്ങളൊക്കെയും മായയായി തീരുമ്പോൾ, അതേ ലോകം നമ്മുടെ മേലിട്ടിരിക്കുന്ന വിചാരങ്ങളൊക്കെ മായയായി തീരുമ്പോഴും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ ഏറ്റവും വലുതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വിചാരങ്ങളുടെ ഹല്ലേലൂയ ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഈ ഭാഗത്ത് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗദരദേശത്തേക്ക് കടന്നു പോകുവാനായിട്ട് പടക് കയറുന്ന ഒരു സാഹചര്യ. എന്നാൽ യാത്ര തുടങ്ങിയ സാഹചര്യത്തിൽ വളരെ സ്മൂത്തായി കടന്നു പോകുന്നുണ്ട്. യേശു കർത്താവ് അമരത്തുണ്ട്. വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അവിടെ കാണുവാൻ സാധിക്കുന്നു 30-ാം വാക്യത്തിൽ വരുമ്പോൾ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. സ്തോത്രം. അപ്പോൾ എല്ലാം സ്മൂത്തായി സന്തോഷത്തോടെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നു, പടകിലേക്ക് തിര തള്ളിക്കയറുക. ചില സമ്മർദ്ദങ്ങൾ അവരുടെ പടകിനെതിരായിട്ട് കടന്നു വരിക, ചില സമ്മർദ്ദങ്ങൾ അവരുടെ പടകിനെതിരായിട്ട് ആഞ്ഞടിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. പ്രിയ ദൈവ പൈതൽ, ഈ പകൽക്കാലം സ്തോത്രം, നാം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്മൂത്തായിട്ടായിരിക്കാം, പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ പടകിനെ തകർത്ത് കളയുവാനായിട്ട്, നമ്മുടെ പടകിനെ
ഇല്ലായ്മ ചെയ്യുക, നമ്മുടെ പടകിനെ സ്തോത്രം മുക്കിക്കളയുവാനായിട്ട് ചില സമ്മർദ്ദങ്ങൾ, ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മോട് കൂടെ ഉള്ളത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, ഞാനും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ബലപ്പെട്ടിരിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വലിയ ചുഴലിക്കാറ്റുണ്ടായി. സ്തോത്രം. ഇപ്പൊ ചെറുതല്ല അവിടെ ഉണ്ടാകുന്ന വലിയൊരു ചുഴലിക്കാറ്റ് അവർക്കെതിരെ ഉണ്ടായി. പടകിൽ അത് തള്ളിക്കയറുക. സ്തോത്രം. ഹല്ലേലൂയ. നോർമലായി കയറാനായിട്ട് സാധ്യതയില്ല, പക്ഷെ അത് തള്ളിക്കയറിക്കൊണ്ട് അതെന്ത് ചെയ്യുന്നു, മുങ്ങുമാറായി. അവർ യേശു കർത്താവ് എന്ത് ചെയ്തു, അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നവരെ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആ ശിഷ്യന്മാർ അവിടെ യേശു കർത്താവിനോട് ഒരു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? നാം നശിച്ചു പോകാതെ നമ്മെ കാക്കുന്ന ഒരു ദൈവം. പക്ഷേ ജീവിതത്തിൽ കടന്നു വന്ന ആ സമ്മർദ്ദത്തിന്റെ നടുവിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഇവിടെ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരം ഇല്ലയോ എന്ന്. സ്തോത്രം. ആ ഒരു ടൈമിൽ ഹല്ലേലൂയ, ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ വേദനയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യത്തെ തന്നെ അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഇവിടെ 2-3 വാക്യങ്ങൾ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് എഴുന്നേറ്റു. സ്തോത്രം. അങ്ങനെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ പടകിനെ മുക്കിക്കളയുവാനായിട്ട് കടന്നു വരുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കേണ്ടതിനായിട്ട് എന്റെ യേശു കർത്താവ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇപ്പൊ എത്ര പേർക്ക് ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയും? സ്തോത്ര. നിന്റെ ജീവിതത്തിനെതിരായി ആഞ്ഞടിക്കുന്നതിനെ, അത് വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് കടന്നു വരുന്ന ചില പ്രശ്നങ്ങളെ ശാന്തമാക്കേണ്ടതിനായിട്ട് എന്റെ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം അത്രേ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു, നിന്നെ പകയ്ക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു. പുക പതറുന്നത് പോലെ തീ മേഘൊരുക്കുന്നത് പോലെ ചിലത് മാറിപ്പോകാനായിട്ട് ഇടയത്തിന്. പ്രശ്നം വലുതായിരിക്കാം, പ്രശ്നം സങ്കീർണമായതായിരിക്കാം, പക്ഷേ എന്റെ യേശു കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ. സ്തോത്രം. ചിലത് നിന്റെ മുമ്പിൽ മഞ്ഞുരുക്കുന്നത് പോലെ ഉരുകി മാറുവാനായിട്ടിടയത്തീര. ചില പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം, ചില പ്രശ്നങ്ങൾ നിങ്ങളെ ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്ര ഹല്ലേലൂയ, അതിനകത്തൊരു ശാന്തത ഉണ്ടാക്കുന്ന എന്റെ യേശു കർത്താവിന്റെ കര ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോകുക. ഈ പകൽക്കാലം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി എന്റെ യേശു കർത്താവ് എഴുന്നേൽക്കും. സ്തോത്ര. ചില മേഖലയ്ക്കകത്ത് ശാന്തതയുണ്ടാകുക, നിങ്ങൾ സ്വസ്ഥതയോടെ മുന്നോട്ട് പോകേണ്ടതിനായിട്ട്, നിങ്ങളുടെ ലൈഫിനകത്തൊരു വിടുതൽ അനുഭവിക്കേണ്ടതിനായിട്ട്, നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു സ്വസ്ഥത അനുഭവിക്കേണ്ടതിനായിട്ട് എന്റെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുവാനിട്ടിടയത്തീരും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ. അതേ പുക പതറുന്നത് പോലെ, തീങ്കൽ മേലുകു ഉരുകുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ പകൽക്കാലം ഉരുകി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയും? അതെ, നിങ്ങളെ മനസ്സിന് വേണ്ട ധൈര്യം കൊടുക്കുക. സ്തോത്ര. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വലുതായിരിക്കും, നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാത്തവണ്ണം ആകുലപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിന്ന് സ്തോത്ര ഒരു മഞ്ഞുരുകി മാറുന്നത് പോലെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തതുപോലെ എന്റെ കർത്താവ് അതിനെ ഉരുക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ശാസിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരിക. സ്തോത്രം. ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരാനായിട്ടുള്ള സാധ്യതകൾ എന്താണ്? ആ സാധ്യതകളെ ദൈവം തമ്മിലെ സ്തോത്രം ശാസിക്കുവാനായിട്ട് ഇടയത്തിന്. ആ കാറ്റ് എവിടെ നിന്നാണ്, അതിന്റെ റൂട്ട് എവിടെ നിന്നാണ്? സ്തോത്രം. നമുക്കറിയത്തില്ലായിരിക്കാം, പ്രശ്നം വലുതായപ്പോൾ മാത്രമേ അറിയാവൂ. പക്ഷേ ഇതിന്റെ പിന്നിൽ എവിടെയാണ്, ഇതിന്റെ ഉറവ, റൂട്ട് എവിടെയാണെന്ന് അറിയാവുന്ന കർത്താവ് അതിനെ ശാസിക്കും. അവിടെ കാറ്റിനെ ശാസിച്ചു എന്നിട്ട് പറയണം, കടലിനോട് അനങ്ങാതിരിക്കുക. ചില ദിശകളെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ഇത് ശാസിക്കുവാനായിട്ട് ഇടയത്തിന്. നിന്റെ ജീവിതത്തിനെ കാറ്റടിപ്പിച്ച് നിന്നെ തകർക്കുവാനായിട്ട് നോക്കുമ്പോ ആ കാറ്റിന്റെ ദിശയെ
നിന്റെ ജീവിതത്തെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കാറ്റിനെ ദൈവം തമ്മിൽ ശ്വാസിക്കുവാനായിട്ടിടയത്തിനും ചില ഹല്ലേലൂയ കൊടും കാറ്റിനെ, ചില ഈശാന മൂലൻ എന്ന കൊടും കാറ്റിനെ എന്റെ കർത്താവ് ഇന്ന് ശ്വാസിച്ചിട്ട് കർത്താവ് പറയും, കടലിനോട് അനങ്ങാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അധികാരമുള്ളവനാ നമ്മോട് കൂടെ ഉള്ളവൻ. സ്തോത്രം. നീ മുങ്ങിപ്പോകുന്നത് കണ്ട് മാറി നിൽക്കുവാൻ ആഗ്രഹിക്കാത്ത കർത്താവ്, നീ തകർന്നു പോകുന്നത് കാണാൻ സ്തോത്രം ആഗ്രഹിക്കാത്തൊരു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു, കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഈ പൽക്കലം പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത ഉണ്ടാകാൻ പോകുക. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വലുതായിരിക്കാം, സ്വസ്ഥത നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം, അസ്വസ്ഥമായിരിക്കുന്ന അനുഭവത്തിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷേ ദൈവ പൈതലെ, നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കർത്തവുമായിട്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനാണ് യാത്ര തുടങ്ങിയതെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും. സ്തോത്ര. ആ യാത്രയുടെ മധ്യത്തിൽ പലതും നിന്റെ ജീവിതത്തിനെതിരെ ഞടിച്ചെന്നിരിക്കാം. സ്തോത്ര. പലരും പ്രതീക്ഷിച്ചിരിക്കാം ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഇവർ തീർന്നു പോകുമെന്ന്. പക്ഷേ അവിടെ ഒന്നും തീർന്നു പോകാതവണ്ണ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. കാറ്റിനെ കടലിനെ ശാസിച്ച് തന്റെ ജനത്തെ അവിടെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അവർ കടലിന്റെ അക്കരെ ഗദര ദേശത്തേക്ക് എത്തി. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവിടെ വെച്ച് തീർന്നു പോകും എന്ന് ചിന്തിച്ച, കടന്റെ നടുവിൽ വെച്ച് തീർന്നു പോകും എന്ന് ചിന്തിച്ചവ യദരദേശത്തേക്ക് എത്താനായിട്ടിടയെത്തുന്നു. ജീവിതത്തിന്റെ പകുതി ടൈമിനകത്ത് വെച്ച് നീ തീർന്നു പോകും. നിന്റെ കുടുംബം തീർന്നു പോകും. നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതേ കുഞ്ഞുങ്ങളുടെ സ്തോത്ര വിദ്യാഭ്യാസ പകുതി വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകും. ഇത് കാണുവാൻ നോക്കി നിൽക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷേ അവർക്ക് വേണ്ടി വഴികൾ തുറന്നത് കർത്താവെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ നായകനായിട്ട് യേശു കർത്താവ് ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതേ കാറ്റും കോളും കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിനെതിരായി ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. സ്തോത്ര. അതിനെ ശാന്തമാക്കുവാൻ കഴിയുന്നവനത്രേ നിന്റെ കൂടെയുള്ളത്. അതിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്നവനത്രേ നിന്റെ കൂടെയുള്ളത്. അതിനെ അടങ്ങുവാൻ പറയുവാൻ കഴിയുന്നവനത്രേ നിന്റെ കൂടെയുള്ളത്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു മനുഷ്യർക്കും അതിനെ ശാന്തമാക്കുവാൻ കഴിയത്തില്ലായിരിക്കാം, ഒരു മനുഷ്യർക്കും അതിനെ അടക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ സകലതിന്മേലും അധികാരമുള്ളവൻ ഹല്ലേലൂയ നിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ പ്രിയ കുഞ്ഞെ, നീ തളരാതെ, നീ ക്ഷീണിച്ചു പോകാതെ നീ യാത്ര ചെയ്യുക. ഹല്ലേലൂയ. നീ തളർന്നു പോകുവാൻ എന്റെ യേശു കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ സ്തോത്രം അറ്റുപോയ ഒരു സന്ദർഭം കൂടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. കാരണം എന്താ? കൊടുങ്കാറ്റ് അത്യന്തം അലകിക്കൊണ്ട് ഹല്ലേലൂയ. പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടൽ ഇട്ട് കളഞ്ഞു. പക്ഷേ വളരെ നാളായിട്ട് അവർക്ക് സൂര്യനെയോ ചന്ദ്രനെയോ യാതൊന്നിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു കൊടുങ്കാറ്റ് അവരെ നശിപ്പിച്ച് കളയുവാൻ, റോമിലേക്കുള്ള യാത്രയെ തടയുവാനായിട്ട്, അതേ സ്തോത്രം, ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് സ്തോത്രം അവിടെ പൗലോസിനെ എത്തിക്കാതിരിക്കുവാനായിട്ട് വളരെ ശക്തമായിട്ട് കൊടുങ്കാറ്റ് അവർക്കെതിരായി ആഞ്ഞടിച്ചപ്പോ എന്ത് ചെയ്യുന്നു? സ്തോത്രം. രക്ഷപ്പെടുവാനായിട്ടുള്ള ആശയൊക്കെയും അവരുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോയി. സ്തോത്രം. പക്ഷെ അവിടെയും എന്റെ യേശു കർത്താവിന്റെ ദൂതൻ ഇറങ്ങി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് വിളിച്ചു പറയേണ്ടത്, വല്ലാത്ത കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിനെതിരായി ആഞ്ഞടിക്കുന്നുണ്ടായിരിക്കാം. തിരകൾ നിന്റെ പടകിനകത്ത് ഇടിച്ച് സ്തോത്ര കയറുന്നുണ്ടായിരിക്കാം. സ്തോത്ര. നിന്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം. നിന്റെ ആശകൾ കൈവിട്ടു പോകുന്നുണ്ടായിരിക്കാം. അയ്യോ, ഇതാണല്ലോ എന്റെ അവസാനം എന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് കൈമാറാനായിട്ടുള്ളത്, ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കാറ്റും കോളും കണ്ട് നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കോളിനെയും അമർച്ച ചെയ്യുവാൻ കഴിയുന്ന, കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിക്കൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവമത്രേ കരം പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ഒരു പടകിന് നിന്നെ മുക്കിക്കളയുവാൻ ദൈവം വിട്ടുകൊടുക്കേല. നിന്റെ പ്രാണന് ഹാനി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചില പ്രാണഭയത്തിൽ നിന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ ഫ്രീ ആക്കിയ, സ്തോത്ര. പ്രതിസന്ധിയുടെ നടുവേ ഇതിനകത്ത് വച്ച് ഞാൻ തീർന്നു പോകുമെന്നുള്ള ചില പ്രാണഭയങ്ങൾ, ഹല്ലേലൂയ, അതേ സ്തോത്ര. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില പ്രാണനെതിരായി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം ബ്രേക്ക് ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തെ മുന്നോട്ട് വിടുകയില്ല. പകുതി വഴി വച്ച് നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് നീ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് കാണാമെന്ന് പറഞ്ഞ് നിന്റെ പ്രാണനെ നോട്ടമിട്ടുകൊണ്ട് നിന്റെ പ്രാണനെ നശിപ്പിച്ചു കളയുക ശത്രു വാദിക്കുന്ന ചില മണ്ഡലങ്ങളെ ഈ പൽക്കാലം ചിലരുടെ ജീവിതത്തിനകത്തുനിന്ന്, ജീവിത മേഖലയ്ക്കകത്ത് പരിശുദ്ധ പൊട്ടിച്ചു കളയാ. ചില പ്രാണനങ്ങളെ ദൈവത്തമ്പുരാൻ ഫ്രീ ആക്കിയ, സ്തോത്ര, ഹല്ലേലൂയ. ചില മരണ ഭയങ്ങളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാ. പ്രിയ ദൈവത്തിലെ, നിനക്കൊരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലേന്ന് ഒരു രോമം തൊഴിഞ്ഞു പോകാൻ യേശു കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. തകരണമെങ്കിൽ എന്നേ തകരാമായിരുന്നു, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ഇതിനകത്തൂടെയും കർത്താവ് വിടുന്നത് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവത്തിന് എത്തിക്കുന്നതിന് വേണ്ടി. എത്ര സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ നാം നിലവിളിച്ചെന്നിരിക്കാം, കർത്താവിനോട് നാം ചോദ്യങ്ങൾ ചോദിച്ചെന്നിരിക്കാം. പക്ഷേ അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ പിടിപ്പിക്കുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ, സ്തോത്രം. അടിക്കുന്ന കാറ്റിന്റെ ശക്തി കണ്ട് തീർന്നു പോകുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പൗലോസ് മെലിത്തയിൽ എത്തുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ മെലിത്തയും അവർക്ക് നല്ലതായിരുന്നില്ല. അവിടെ അണലി തന്റെ കയ്യിൽ കയറി പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ ചത്തുവീഴും, ഇല്ലെങ്കിൽ അവിടെ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുമോ എന്ന് വിചാരിച്ച് കാത്തുകൊണ്ട് നിന്ന ഒത്തിരി പേരുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. അതേ കാറ്റുകളും കൊടുക്കാറ്റുകളും അടിക്കുന്നത് കാണുമ്പോ നീ തകർന്നു വീഴും, ഇവിടെ കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞ് കാണാൻ നിൽക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അവരുടെ കണ്ണുകൾക്ക് ആശ്ചര്യപ്പെടുമാറ്, അവരുടെ കണ്ണുകൾക്ക് ഭ്രമങ്ങൾ തട്ടുമാറ് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് എത്തിപ്പാ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ഓ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അതേ, ചില മനുഷ്യരുടെ പ്രതീക്ഷകളുടെ അവരുടെ കാത്തുനിൽപ്പിനും ദൈവം തമ്മിൽ ഈ പകൽക്കാലം വിരാമം കുറിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അതേ, ചിലതൊക്കെ വന്ന് സംഭവിക്കും, ഇപ്പോൾ കാണാം എന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ ചില കണ്ണുകൾക്ക് ദൈവം തമ്പുരാൻ നിങ്ങളുടെ വിടുതന്നെ കാണിക്കാൻ പോകിയ, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ കാത്തുനിന്ന് വളരെ നേരം കാത്തു നിൽക്കുക. അതെ, ഇപ്പോൾ സംഭവിക്കും, അടുത്ത് സംഭവിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോഴും വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടു. പ്രിയതേമെതിരെ, ഇതാ നീ വ്യത്യസ്തനൻ. ഇതാണ് നിന്റെ കൂടെയുള്ള കർത്താവിന്റെ പ്രത്യേകത. ലോകം പറയാം നീ പ്രശ്നത്തിനകത്ത് തീരും, ഈ പ്രശ്നത്തിനകത്ത് നീ ഇല്ലായ്മയാകുമെന്ന്. പക്ഷേ നിനക്കൊന്നും ഭവിക്കുന്നില്ല എന്ന് ലോകം കാണാൻ പോകിയ, സ്തോത്ര, ഹല്ലേലൂയ. അതേ, 2025 തീരുന്നതിന് മുമ്പേ നീ പെട്ടിയും കെട്ടി നീ ചിലയിടത്തൊന്ന് പോകുമെന്ന് പറയുമ്പോ, നിന്റെ കുടുംബം രണ്ടായി തീരുമെന്ന് വാദിക്കുമ്പോ, നിന്റെ തലമുറകൾ ചിതറിപ്പോകുമെന്നും അതിനെ കാണാമെന്നും വളരെ നാളുകളായിട്ട് വർഷത്തിന്റെ ആരംഭം മുതൽ കാത്തിരിക്കുന്ന ചിലർ കാണുമായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ വിളിച്ചോ പറയട്ടെ, എന്റെ കർത്താവ് വിശ്വസ്തനാ. അവരെ എത്തിച്ചെടുത്ത് ഉറപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കാത്തു നിൽക്കുന്നവരുടെ സമയം വൃഥ പോകത്തേയുള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുവാനായിട്ടിടയായിത്തീരും. നോക്കി നിൽക്കുന്നവർ അവിടെ നിന്നുകൊള്ളട്ടെ. നീ കേട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ യാത്ര ചെയ്യുക. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവരുടെ മനസ്സ് മാറുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. 16 വാക്യത്തെ റോമിൽ അവർ എത്തി. ഹല്ലേലൂയ. ആശേറ്റുപോയ സാഹചര്യത്തിൽ, അതേ സ്തോത്ര, ശിഷ്യന്മാർ ഗദരദേശത്തേക്ക് എത്തുകയില്ല എന്ന് ചിന്തിച്ച സാഹചര്യത്തിലും എന്റെ യേശു കർത്താവ് വിടുവിച്ചോ, അവരെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജോസഫിനെതിരെ അവൻ കണ്ടതായ സ്വപ്നത്തിനെതിരെ
ഒത്തിരി വെല്ലുവിളികൾ കടന്നു വന്നു, ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു. പക്ഷേ പ്രിയ ദൈവമക്കളെ, സ്വപ്നം കൊടുത്തത് എന്റെ ദൈവമാക്കിയ സ്തോത്ര ആ സ്വപ്നത്തിലേക്ക് പൂർത്തീകരിക്കുവാനായിട്ടിടെ തുറന്നു. അവിടെ തന്റെ സഹോദരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനെ കൊന്ന് നമുക്ക് കുഴിച്ചിടാം, ഇവന്റെ സ്വപ്നം എന്തായിത്തീരുവോ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണുവാനും സ്തോത്രം കേൾക്കുവാനും വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരു കേടും പറ്റാതെ വേണം ദൈവം തമ്പുരാൻ എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കുവാനായിട്ടിടയത്തിരും. അതെ, നിന്നോട് ഒരിടത്ത് യാത്ര ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞു വെക്ക്, ഒരിടത്ത് കർത്താവ് നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞു വെക്ക്. ഒരു ദർശനത്തിൽ കൂടി ദൈവം നിന്റെ മേച്ചിൽ ഇത് കൈമാറിയെങ്കിൽ അത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനത്രേ. വാക്തത്വമുള്ളവനെ തൊടാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. വാക്തത്വമുള്ളവന്റെ ദർശനത്തെ നശിപ്പിച്ചു കളയുക ദൈവം വിട്ടുകൊടുക്കുകയില്ല. വാക്തത്വമുള്ളവന്റെ പ്രാണനെ തൊടുവാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ തകർന്നു പോകുവാൻ, നിന്റെ കുടുംബം തകർന്നു പോകുവാൻ എന്റെ സ്വർഗത്തിൽ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എന്റെ ദൈവം തമ്മിൽ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതേ 107 സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. നാം ആഗ്രഹിച്ച് ഇറങ്ങിയ ചില തുറമുഖങ്ങൾ കാണുമായിരിക്കാം, നമുക്ക് ഒറ്റയ്ക്ക് അവിടെ എത്തുവാൻ കഴിയത്തില്ല. കാരണം എന്താ? ആ റൂട്ടിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, പൊട്ടക്കിണറുകളുണ്ട്, കാരാഗ്രഹങ്ങളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്, കപ്പലിനകത്ത് പ്രതികൂലങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് സ്തോത്രം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ കയറി പറ്റാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സങ്കീർത്തനത്തെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. അതെ, നിന്നെ എത്തിപ്പാൻ കഴിയുന്ന, നിന്നെ അവിടെ കൊണ്ട് എത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, നമ്മുടെ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്നെ കരം പിടിച്ചുകൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് ആ ഡെസ്റ്റിനേഷൻ പോയിന്റിനകത്ത് എത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ 2025 ഈ നവംബർ മാസത്തിന്റെ ഒടുവിൽ ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില ഡെസ്റ്റിനേഷനുകളെ തിരിച്ചുവിട്ട കാറ്റുകളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ബ്രേക്ക് ചെയ്യുക. നിനക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയാതെ നിന്നെ പലതിനകത്തും ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ചിലതിനെ മാറ്റിക്കൊണ്ട് നിന്നെ ഡെസ്റ്റിനേഷനിലേക്ക്, പോയിന്റിലേക്ക് ദൈവം തമ്പുരെ എത്തിക്കും. ഹല്ലേലൂയ. നിന്റെ തലമുറകളെ എത്തിക്കുവാനായിട്ടിടയത്തിര, നിന്റെ ആത്മീയ ജീവിതത്തെ എത്തിക്കുവാനായിട്ടിടയത്തിര, നിന്റെ ബിസിനസ് മേഖലയെ എത്തിക്കുവാനായിട്ടിടയത്തിര, നിന്റെ ചുറ്റിച്ച ചില മേഖലയ്ക്കകത്ത് നിന്ന് നീ ഇപ്പോൾ അവിടെ എത്തുമെന്ന് ചിന്തിച്ചു പോയ ഇടത്തും നിനക്ക് അവിടെ എത്തുവാൻ കഴിയാതെ കാറ്റടിച്ച് നിന്നെ റൂട്ടുകളിട്ട് കറക്കിയിട്ട് അത് എവിടെയാണ് പോയിന്റ് എന്ന് പോലും കാണുവാൻ കഴിയാതെ നിന്നെ കറക്കി കളയുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, കർത്താവ് ചിലതിനെ ശാന്തമാക്കിക്കൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ യേശു കർത്താവ് എത്തിക്കും. ഒരു മനുഷ്യനെ എത്തിച്ചെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ സ്തോത്രം, കൂടെ നിൽക്കുന്ന ആരെങ്കിലും എത്തിക്കുമെന്നല്ല കാണുവാൻ സാധിക്കുന്നത്. സർവശക്തനായ നിന്നോട് വാഗ്ദത്തം കൈമാറിയതായ ദൈവം, നിനക്ക് സ്തോത്രം ഹല്ലേലൂയ, ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിവ് തന്നതായ ദൈവം, ഹല്ലേലൂയ. കാറ്റിനെ കടനെ ശാസിപ്പാൻ അധികാരമുള്ളവൻ, ആകാശത്തിന്മേൽ ഭൂമിയിന്മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവൻ, ആലോചനയും വലിയവനായിരിക്കും ദൈവം, പ്രവൃത്തി ശക്തിമാനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നവനെ ദുർബലമാക്കുന്നവനാർ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നവനെ മടക്കുന്നവനാർ. ദൈവം നിന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം എത്തിക്കും. നീ തകർന്നു പോകുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവശബ്ദം കേട്ട് യാത്ര തിരിച്ചോട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ കഴിയാതെ പകുതി വഴി വച്ച് നശിപ്പിച്ചു കളയും പ്രാണനെതിരെയുള്ള വെല്ലുവിളികൾ, ജീവനെതിരായുള്ള വെല്ലുവിളികൾ കർത്താവേ, ഈ പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ.
ഈ പകൽക്കാലം കർത്താവ് ഇവർക്ക് വേണ്ടി എഴുന്നേൽക്കണം. ചില മേഖലകൾ ശാന്തമായി തീരട്ടെ, സ്വസ്ഥത വെളിപ്പെടട്ടെ. അമരത്വങ്ങ് ഉള്ളതിനാ, അങ്ങ് കൂടെ ഉള്ളതിനാ കർത്താവെ ഇവരെ എത്തിക്കേണ്ട ഇടത്ത് ദൈവം തമ്പുരെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ ഗദരദേശത്തേക്ക് എത്തിച്ചതായി ദൈവം, പൗലൂസിനെ റോമിലേക്ക് എത്തിച്ചതായ ദൈവം, ജോസഫിന് കൊടുത്ത സ്വപ്നത്തിലേക്ക് എത്തിച്ചതായ ദൈവം, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ മറികടന്ന് എന്റെ ദൈവത്താൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചലും എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവർ ആ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ഈ പകൽക്കാലം അങ്ങ് ചിലതിനെ ശാന്തമാക്കിക്കൊണ്ട് ഇവരെ എത്തിക്കുന്നതിനായി സ്തോത്രം. സ്വസ്ഥത വെളിപ്പെടട്ടെ, സമാധാനം ഉണ്ടാക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.